നമസ്കാരം. ഇന്ത്യക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ബ്രാൻഡ് ഏതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് മാരുതി സുസുക്കി തന്നെയാണ്. മാരുതി സുസുക്കിയിലെ ഏറ്റവും മികച്ച കാർ ഏതെന്ന ചോദ്യം വരുമ്പോൾ ആ ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു പേരാണ് മാരുതി സുസുക്കിയുടെ വാഗൺ ആർ എന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇന്ത്യൻ കാറുകളിൽ ഒന്നാണ് ഇത്. മുൻനിരയിൽ തന്നെ ആ ലിസ്റ്റിലുണ്ട്. മാത്രമല്ല, പണ്ട് മുതലേ തന്നെ ഓരോ അപ്ഡേഷനുകളും കൊണ്ടുവന്ന കാർ ഇപ്പോഴും ട്രെൻഡിംഗ് ആയി നിലനിർത്താൻ മാരുതിക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഏതാണ്ട് പ്രതിമാസം 20,000-ഓളം യൂണിറ്റിനടുത്ത് വിൽപ്പനയുമായി ഇപ്പോഴും വാഗണർ തന്നെ സെയിൽസ് ചാർട്ടുകളിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. വിശ്വസനീയമായ എഞ്ചിൻ, ഉയർന്ന മൈലേജ്, സുഖപ്രദമായ ക്യാബിൻ എന്നിവയൊക്കെയാണ് ഈ ഒരു ടോൾ ബോയ് ഹാച്ച്ബാക്കിനെ ഇന്ത്യൻ കുടുംബങ്ങൾക്കിടയിലെ ജനപ്രിയനാക്കുന്നത്. ഇപ്പോൾ സുസുക്കി പുതിയ തലമുറ വാഗണർ അണിയറയിൽ ഞെട്ടിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഫുൾ ഹൈബ്രിഡ് സെറ്റപ്പുമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ തലമുറ വാഗണറിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾ നമുക്കൊന്നറിയാം. വലിപ്പത്തെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ജാപ്പനീസ് സ്പെക് വാഗണറിന് 1395 മില്ലിമീറ്റർ നീളവും 1475 മില്ലിമീറ്റർ വീതിയും 1650 മില്ലിമീറ്റർ ഉയരവും ഉണ്ടാകും. ഇതിന്റെ വീൽ ബേസ് അളവ് 2460 മില്ലിമീറ്റർ ആയിരിക്കും. ഏകദേശം 850 കിലോഗ്രാം ആയിരിക്കും ഈ ഒരു കാറിന്റെ ഭാരം വരുന്നത്. സുസുക്കിയുടെ സ്ട്രോങ് ഹൈബ്രിഡ് സംവിധാനമായിരിക്കും പുതുതലമുറ വാഗണാറിൽ നൽകുക. നിലവിൽ സോളിയോയിലുള്ള അതേ ഡ്രൈവ് മോട്ടോ ആയിരിക്കും ഇതിന് ലഭിക്കുക. 660cc ഇൻലൈൻ 3 സിലിണ്ടർ DOHC പെട്രോൾ എഞ്ചിനാണ് ഇതിന് കരുത്ത് പകരുന്നത്. ഇത് 54 PS പവറും 58 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമായിരിക്കും. 10 PS പവറും അതുപോലെ തന്നെ 29 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു ഇലക്ട്രിക് മോട്ടോറും പവർ ട്രെയിൻ സെറ്റപ്പിൽ ഉണ്ടാകും. ഈ സിസ്റ്റം ഇലക്ട്രിക് കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷനുമായി ബന്ധിപ്പിക്കും. ഹൈബ്രിഡ് സജ്ജീകരണത്തിന്റെ കൂട്ടിച്ചേർക്കൽ അല്ലാതെ മറ്റ് നിരവധി പരിഷ്കാരങ്ങളും കമ്പനി പുതിയ വാഗണാറിൽ വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജപ്പാനിലെ ഹൈ ആൻഡ് ടോൾ ബോയ് ഹാച്ച്ബാക്കുകളിൽ കാണപ്പെടുന്ന തരത്തിൽ റിയർ സ്ലൈഡിംഗ് ഡോറുകളുടെ രൂപത്തിലായിരിക്കും ഒരു അപ്ഗ്രേഡ് വരുന്നത്. നിലവിൽ സ്റ്റാൻഡേർഡ് റിയർ ഡോറുകളാണ് വാഗണാറിൽ വരുന്നത്. ഇത് കാറിൽ കയറ്റുന്നതും അതുപോലെ ലഗേജുകൾ കയറ്റുന്നതും എളുപ്പമാക്കും. ഇതിനു പുറമെ ആവശ്യാനുസരണം സീറ്റുകൾ ക്രമീകരിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ഫുൾ ഹൈബ്രിഡ് വാഗണാറിന് ജപ്പാനിൽ 1.3 ദശലക്ഷം yen മുതൽ വില ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഏകദേശം 7.5 ലക്ഷം രൂപ മാത്രമേ വില വരുന്നുള്ളൂ എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ടോപ്പ് സ്പെക് വേരിയന്റിന്റെ വില വരുന്നത് ഏകദേശം 1.9 ദശലക്ഷം yen, അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഏതാണ്ട് 11,19,000 രൂപയാണ് വരുന്നത്. നിലവിൽ ടൊയോട്ടയിൽ നിന്നുള്ള ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയാണ് മാരുതി സുസുക്കി തങ്ങളുടെ കാറുകളിൽ ഉപയോഗിക്കുന്നത്. ഇതല്പം ചിലവേറിയതാണ്. അതുകൊണ്ട് തന്നെ ഇൻഹൗസ് ആയി വികസിപ്പിക്കുന്ന മാരുതിയുടെ സീരീസ് ഹൈബ്രിഡ് ടെക് നിലവിൽ പരീക്ഷണ ഘട്ടത്തിലാണ്. താരതമ്യേന ചിലവ് കുറഞ്ഞ ഈ ഒരു ഹൈബ്രിഡ് സംവിധാനം മാരുതി വാഗണർ, സ്വിഫ്റ്റ്, ഡിസയർ, ഫ്രോങ്സ് തുടങ്ങിയ കാറുകളിൽ ഉപയോഗിക്കുന്നതായിരിക്കും. മാരുതിയുടെ ഈ ഒരു ഹൈബ്രിഡ് സജ്ജീകരണം 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനുമായി വരാൻ സാധ്യതയുണ്ട്. വാഗണർ പെട്രോൾ വേരിയന്റുകൾക്ക് നിലവിൽ 25.19 കിലോമീറ്റർ വരെയാണ് മൈലേജ് പറയുന്നത്. CNG വേരിയന്റിന് കിലോഗ്രാമിന് 34.05 കിലോമീറ്റർ ആണ് ക്ലെയിംഡ് മൈലേജ്. ഹൈബ്രിഡ് ടെക് ലഭിച്ചാൽ ഈ കാറിന് 30 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. ഇന്ത്യയിൽ ഒരു CNG ഹൈബ്രിഡ് കാർ അവതരിപ്പിച്ചാൽ ലിറ്ററിന് 40 കിലോമീറ്റർ പോലും മൈലേജ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് 1 കിലോമീറ്റർ ഓടാൻ വെറും 2 രൂപ മാത്രമേ ചെലവ് വരികയുള്ളൂ എന്നത് വാസ്തവമായ ഒരു കാര്യമായിട്ട് മാറാൻ പോവുകയാണ്. മൈലേജും പെർഫോമൻസും മെച്ചപ്പെടുത്തുന്ന ഫുൾ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയോടെ വരുന്ന പുതിയ തലമുറ വാഗണർ ഈ വർഷം തന്നെ ജപ്പാനിൽ വിൽപ്പനയ്ക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഈ കാറിന്റെ ഇന്ത്യൻ ലോഞ്ച് സർക്കാർ നയങ്ങളുടെയും മാരുതി സുസുക്കിയുടെയും പദ്ധതികളെയും ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. ഹൈബ്രിഡ് കാറുകൾക്ക് സർക്കാർ നികുതി ഇളവ് നൽകിയാൽ താങ്ങാനാകുന്നതും അതുപോലെ തന്നെ കൂടുതൽ ഇന്ധനക്ഷമതയുള്ളതുമായ കാറുകൾ വാങ്ങാനുള്ള അവസരം സാധാരണക്കാർക്ക് ലഭിക്കും. ഇത് പ്രകൃതിക്കും നല്ലതാണെന്നാണ് പറയേണ്ടത്.